ആള് ഉപദ്രവകാരിയാണോ? ആണ് ആണ്. എനിക്ക് തല്ലണത് എനിക്ക് ഇഷ്ടമല്ല. ഗർഭിണിയായപ്പോ എന്നെ തല്ലിയിട്ടുണ്ട്. പക്ഷെ ഈ അടുത്തുണ്ടായ സംഭവം എന്ന് വെച്ചെങ്കിൽ 2 ആഴ്ച മുന്നേ എന്റെ കുട്ടി അവിടെ വാക്കറിൽ നടക്കുന്ന സമയത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായുള്ളൂ. ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ ഇഷ്യൂ. ആണുങ്ങൾ എങ്ങനെയാണ് ഇടിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇടിച്ച് നിർത്താണ്ട് ഇങ്ങനെ കുത്തി ഇടിക്കൂല. അങ്ങനെ മെഹനാസുമായി തെറ്റിപ്പിരിഞ്ഞതിന് പിന്നാലെ സഫയുടെ തന്നെ ഒരു ഇന്റർവ്യൂ പുറത്തിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്ത് പറയാനാലേ, ഇങ്ങനെയുള്ള ആൾക്കാരെ തേടി നടക്കുകയാണ് ഇവിടുത്തെ ഓൺലൈൻ മീഡിയസ് എന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഫ്ലിക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലാണ് സഫയുടെ തന്നെ ഇന്റർവ്യൂ പുറത്തു വന്നിരിക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ വെച്ച് സഫ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. മെയിനായിട്ട് തന്നെ ഭർത്താവായിട്ടുള്ള മെഹനാസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സഫ പറയുന്നത്. മെഹനാസിൽ നിന്ന് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ പുള്ളി തെറ്റാത്ത ഈ ഇന്റർവ്യൂവിൽ സഫ പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ കേട്ടപ്പോഴാണ് ഈ മെഹനാസ് എന്ന് പറയുന്നവൻ ഇത്രയും വലിയ സൈക്കോ ആണെന്ന് എനിക്ക് മനസ്സിലായത്. അത്രയും അവനെ പറ്റി സഫ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും മെയിനായിട്ട് ഇവിടെ സഫ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇപ്പൊ മെഹനാസുമായിട്ട് സഫയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷത്തോളം കഴിഞ്ഞു അല്ലെ. ഈ 2 വർഷം കാലയളവിനുള്ളിൽ ഒരുപാട് തവണ മെഹനാസ് തന്നെ തല്ലിയിട്ടുണ്ട് എന്നാണ് സഫ പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് തവണ താൻ അത് സഹിച്ചു എന്ന് സഫ പറയുന്നുണ്ട്. എന്തിനു പറയുന്നു, ഗർഭിണി ആയിരുന്ന സമയത്ത് പോലും മെഹനാസ് ഈ പറയുന്ന സഫിനെ തല്ലിയിട്ടുണ്ടായിരുന്നു പോലും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഗർഭിണി ആയിരിക്കുന്ന ഒരു സ്ത്രീയെ തല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തിയവന്റെ നിലവാരം. എന്നിട്ടും അവനെ സഫ തയ്ക്കാൻ തയ്യാറായി. അത് മാത്രമല്ല, പ്രസവിച്ചതിന് ശേഷം കുട്ടീനെ മുന്നിൽ വെച്ച് പോലും മെഹനാസ് തന്നെ തല്ലി എന്നുള്ളതാണ് സഫ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരിക്കൽ തല്ലിയ സമയത്ത് തന്റെ കുഞ്ഞിനെയും കൂടി അത് ബാധിക്കുമെന്ന് തോന്നിയ ഒരു സിറ്റുവേഷനിലാണ് പോലും താൻ കുഞ്ഞിനെയും എടുത്ത് മെഹനാസിന് അടുത്ത് നിന്നും പടിയിറങ്ങുന്നത് എന്നാണ് ഇപ്പൊ സഫ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതിനെ കുറിച്ച് സഫ ഇന്റർവ്യൂവിൽ പറയുന്ന ഭാഗം നമുക്കൊന്ന് കേട്ടോക്കാം. ഒരുമിച്ച് പോകാൻ താല്പര്യമില്ല. അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവല്ലോ, നിങ്ങൾ തമ്മിൽ എന്താണ് കാരണം? ഫസ്റ്റ് തൊട്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത എന്നെ തല്ലണത് എനിക്ക് ഇഷ്ടമല്ല. എന്ത് വാക്കുകൊണ്ട് എന്ത് പറഞ്ഞാലും ആള് ഉപദ്രവകാരിയാണോ? ആണ്. എനിക്ക് തല്ലണത് എനിക്ക് ഇഷ്ടമല്ല. ഗർഭിണിയായപ്പോ എന്നെ തല്ലിയിട്ടുണ്ട്. പക്ഷെ ഈ അടുത്തുണ്ടായ സംഭവം എന്ന് വെച്ചെങ്കിൽ 2 ആഴ്ച മുന്നേ എന്റെ കുട്ടി അവിടെ വാക്കറിൽ നടക്കുന്ന സമയത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായുള്ളൂ. ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ ഇഷ്യൂ. വാക്കറിൽ നടക്കുന്ന സമയത്ത് മാനിന്റെ ഒരു ഫ്രണ്ട് ഫോൺ വിളിച്ചപ്പോ മാനോട് സംസാരം തെറി ടൈപ്പ്. അപ്പൊ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മാനു പറയും കുട്ടീനെ നല്ലത് പഠിപ്പിക്കണം, നല്ല വാക്കുകൾ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരാൾ തെറി പഠിപ്പിച്ച കുട്ടി അത് പഠിക്കൂലേ? കാരണം ഇപ്പൊ 8 മാസം ആകുമ്പോ ഇങ്ങനെ ടാറ്റൊക്കെ പറയുമ്പോ ടാറ്റൊക്കെ ആക്കുന്നുണ്ട്. ഇത് പഠിച്ചാൽ നമുക്ക് തന്നെ ആ ഒരു വാക്കുകൊണ്ട് മോശം ഉണ്ടാവാം. അപ്പൊ മാനു ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ തെറി വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, മാനു കുട്ടിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനത്തെ വിളിക്കല്ലേ, അത്രേ പറഞ്ഞോളൂ. അപ്പൊ അത് മാനു ഫോൺ ഹോൾഡ് ആക്കിയിട്ട് പറഞ്ഞു, നീ എന്റെ ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ നീ ആരാ എന്റെ അടുത്ത് പറയാൻ? നീ ഫ്രണ്ട്സിനെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും നിന്റെ അടുത്ത് പറയാറുണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ ഞാൻ തെറി യൂസ് ആക്കാറില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അപ്പം ചുട്ടോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞ് ഒരു ഡാഷ് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അപ്പോ ആയോ എന്ന് വെച്ച് ഒരു തെറി വിളിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കണ്ട, പോയി ഉമ്മാനെ വിളിച്ചാൽ മതി. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിർത്തിയപ്പോഴേക്കും മാനു എന്റെ വീട്ടുകാരെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോ എന്റെ വാപ്ചിനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വാപ്പാനെ പറയാൻ നിൽക്കണ്ട, എന്റെ വാപ്ചി ഉള്ളതുകൊണ്ട് പരി നിന്ന് പോണേന്ന് പറഞ്ഞു. കാരണം വാപ്ചി 2 ലക്ഷം കൊടുത്തിട്ട് വണ്ടി എടുത്തു തന്നിട്ട് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് വാപ്ചിയെ വണ്ടി എടുത്താൽ അല്ലെങ്കിൽ ഒരു വേറെ മാർഗ്ഗമില്ല നമുക്ക് ജീവിക്കാൻ. യൂട്യൂബ് കൊണ്ടൊന്നും ജീവിച്ചു പോകുന്ന എനിക്ക് തോന്നണില്ല. അപ്പൊ വാപ്ചിനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ വാപ്ചിനെ പറയാൻ നിൽക്കണ്ട, വാപ്ചിയാണ് നമുക്ക് അരിക്കുള്ള സംഭവം ഉണ്ടാക്കി തന്നെ. അപ്പൊ മാനു പറഞ്ഞു എങ്കിൽ നീ ലോൺ അടച്ചോന്ന് പറഞ്ഞു. മന്ത്ലി ഒരു 14,000 ഉണ്ട് വണ്ടീന്റെ ലോൺ. ഇതുപോലെ എന്തെങ്കിലും കശപിശാകുമ്പോൾ ആ ലോണിന്റെ ഡേറ്റ് ആകുമ്പോൾ മാൻ എന്റെ തലയിലേക്ക് ഇടും. ഞാൻ എന്നിട്ട് എവിടെ നിന്നെങ്കിലും റോൾ ആക്കിയിട്ടാണ് ഞാൻ ഫണ്ട് ഇടുന്നത്. പ്രമോഷൻ എന്തെങ്കിലും പിടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ലോൺ അടക്കാറ്. ഈ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞു നീ ലോൺ എന്താന്ന് വെച്ച് ചെയ്തു. എനിക്ക് വേറെ വഴിയില്ല. ഞാനപ്പോ പറഞ്ഞു ആയിക്കോട്ടെ, എന്റെ താക്കോല വണ്ടിയുടെ താക്കോലാന്ന് പറഞ്ഞു. വണ്ടിയുടെ താക്കോൽ വാങ്ങിച്ച് ആ ഒരു ഒച്ചപ്പാടിന്റെ ഇടയ്ക്ക് മാനു തല്ലിയ സമയത്ത് വാക്കറിൽ ഇരുന്ന കുട്ടി അലറി. ഇവൻ അലറാൻ തുടങ്ങി എന്റെ സൗണ്ട് കേട്ടിട്ട്. മാനിനെ തല്ലുമ്പോ സൗണ്ട് കേട്ടൂടാ, നമ്മൾ മിണ്ടാണ്ടിരിക്കണം. ഞാൻ അങ്ങനെ സൗണ്ട് കേൾക്കും തോറും മാനുവിനെ തല്ലിക്കൊണ്ട് തന്നെ നിന്ന്. പെട്ടെന്ന് കുട്ടി അലറിയപ്പോ ഞാൻ എന്ത് ചെയ്തു, വേഗം കൊച്ചിനെയും പിടിച്ച് ഒക്കത്ത് വെച്ചിട്ട് ഞാൻ നീങ്ങി നിന്ന്. എനിക്ക് പേടിയായിപ്പോ, കാരണം കുട്ടി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്താലും നമുക്ക് ഒറ്റക്കാണി ഓടി രക്ഷപ്പെടാം. പക്ഷെ കൊച്ചിനെ കൊണ്ട് എനിക്ക് പേടിയായി. മാൻ അപ്പോത്തിന് വാക്കർ എടുത്തെറിഞ്ഞ് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ്. അപ്പൊ എനിക്ക് ടെൻഷനായി, കൊച്ചിന്റെ മേത്തോണ്ടാ തീർന്ന്. അപ്പോഴേക്കും മാന് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് എന്റെ ഈ ഒരു സൈഡിലിട്ട് ഈ ആണുങ്ങൾ എങ്ങനെയാണ് ഇടിക്കുക, ആണുങ്ങൾക്ക് നടക്കൂല മാനിന്റെ പരിപാടി. ആണുങ്ങൾ എങ്ങനെയാണ് ഇടിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ളിട്ട് ഇടിച്ച് നിർത്താണ്ട് ഇങ്ങനെ കുത്തി ഇടിക്കൂല. എന്തോന്നടേ ഇതൊക്കെ? ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഇപ്പൊ ഈ സഫ ജീവനോടെ ഇരിക്കുന്നത് ഭാഗ്യമെന്ന് കരുതിയാൽ മതി. അല്ലെ, ഇങ്ങനൊക്കെ ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാണെങ്കിൽ ചത്തുപോകൂലേ? അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും കേട്ടെടുത്തോളം ഈ മെഹനാസ് എന്ന് പറയുന്നത് ചില്ലർ ഉപദ്രവകാരി അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇങ്ങനൊക്കെ ഒരു പെണ്ണിന് ഉപദ്രവിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എല്ലാത്തിനും ഒരു പരിധിയിൽ ഇഷ്ടം. വെറുതെ ഈ മെഹനാസ് എന്ന് പറഞ്ഞവന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള റിഫ എന്ന് പറയുന്ന പെൺകുട്ടി സ്വയം ജീവൻ ഒടുക്കിയത്. ആ സംഭവം
എല്ലാവർക്കും അറിയാലോ. ഈ മെഹനാസിന്റെ രണ്ടാം ഭാര്യയാണ് ഈ പറയുന്ന സഫ എന്ന് പറയുന്ന പെൺകുട്ടി. ഇതിനു മുമ്പ് മെഹനാസ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തതാണ്. റിഫ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഈ റിഫ എന്ന് പറയുന്ന പെൺകുട്ടി 3 വർഷം മുമ്പേ ദുബായിലെ ഒരു ഫ്ളാറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു. അത്യാവശ്യം ഫേമസ് ആയ ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു ഈ പറയുന്ന റിഫ എന്ന് പറയുന്ന പെൺകുട്ടി. ഈ റിഫയെ സംബന്ധിച്ചിടത്തോളം വെറും 3 വർഷം മാത്രമാണ് റിഫ മെഹനാസ് മൊത്ത് കഴിഞ്ഞത്. ആ 3 വർഷം കൊണ്ട് തന്നെ അവൾ സ്വയം ജീവൻ ഒടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. കാരണം അത്രയും ഈ പറയുന്ന മെഹനാസ് റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവെന്നോണം ഈ റിഫ എന്ന് പറയുന്ന പെൺകുട്ടി സ്വയം ജീവൻ എടുക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഈ റിഫയുടെ തന്നെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ റിഫ കൃത്യമായി പറയുന്നുണ്ട് മെഹനാസ് എന്നെ ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ അവിടെ തല്ലിയിട്ടുണ്ട്, ഇവിടെ തല്ലിയിട്ടുണ്ട് എന്നൊക്കെ. അത് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്ന് കരുതുന്നു. എന്തായാലും മെഹനാസ് തന്നോട് ചെയ്ത ക്രൂരതകൾ വിളിച്ചു പറഞ്ഞിട്ടാണ് മെഹനാസിന് ആദ്യ ഭാര്യയായിട്ടുള്ള റിഫ എന്ന് പറയുന്ന പെൺകുട്ടി സ്വയം ജീവൻ ഒടുക്കിയത്. അതിന് പിന്നാലെയാണ് ചില കള്ളത്തരൊക്കെ പറഞ്ഞ് സഫ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ മെഹനാസ് കെട്ടുന്നതും. അതിന് പിന്നാലെ റിഫയോട് ചെയ്ത പോലെ തന്നെ 2 വർഷത്തോളമായി ശാരീരികമായും മാനസികമായും അവൾ ഉപദ്രവിക്കുന്നതും അവസാനം 2 വർഷങ്ങൾക്കിപ്പുറം അവൾ തന്നെ അവനെ ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. എന്തായാലും എന്തൊക്കെയാണ് മെഹനാസിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകൾ എന്നുള്ളത് സഫനെ ഇപ്പൊ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ സഫ മെഹനാസിൽ നിന്നും ഇത്രയും ക്രൂരതകൾ അനുഭവിച്ചു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഈ സഫക്ക് ഫസ്മിന സാക്കിർ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയുമായി ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫസ്മിന സാക്കിർ ആരാണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ ആണ്. ഇപ്പൊ ഈ പറയുന്ന സഫ മെഹനാസുമായി തെറ്റി പിരിഞ്ഞതിന് ശേഷം ഫസ്മിനയുടെ മുൻ ഭർത്താവായിട്ടുള്ള ലല്ലുബിയുമായി ഒളിച്ചോടി പോയി എന്നൊക്കെയുള്ള ഒരു റൂമർ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അതവിടെ കേട്ടെ, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ മെഹനാസിന്റെ ഈ ക്രൂരതകൾ അനുഭവിക്കുന്ന അതേ സമയം തന്നെ ഈ ഫസ്മിന സാക്കിറുമായിട്ട് സഫക്ക് ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സഫ മെഹനാസിനെ കുറിച്ച് ഫസ്മിനോട് എന്താണ് പറഞ്ഞെന്നുള്ളത് ഫസ്മിൻ ഇന്നലെ തന്റെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാറ്റിംഗ് ഒക്കെ കാണിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ആ പോസ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. എനിക്കറിയത്തില്ലായിരുന്നു ഇവളുടെ കല്യാണം കഴിഞ്ഞ് ഇവൾ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണ്. സഫ ഡിവോഴ്സ്ഡ് ആണെന്നുള്ള കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു മെഹനു ആണോന്ന്, ഈ സിറ്റുവേഷൻ കിടന്നു വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ മെഹനു ആണെന്ന് ചോദിച്ചപ്പോൾ അവൾ ഉടനെ പറയുകയാണ് നോ എക്സോ. അപ്പൊ മെഹനു അല്ലെങ്കിൽ എക്സ് ആയിരിക്കുമല്ലോ. നോ, അതൊരു പാവാണ്. ആര്? മെഹനുവിനെ പറ്റിയാണ് ഇവള് പറയുന്നത്. ഇപ്പൊ ഇവള് കടോരമായി തെറി വിളിക്കുന്ന ഇവളുടെ ഭർത്താവ്, ഇവളെ ഉപദ്രവിച്ചു, ഇവളെ തല്ലി, ഇവളെ അതാക്കി ഇതാക്കി എന്ന് പറയുന്ന ഭർത്താവിനാണ് ഇവള് പറയുന്നത് അതൊരു പാവാണ്. പിന്നെ അവള് പറയുന്നത് ഞാൻ മുന്നേ ഡിവോഴ്സ്ഡ് ആയതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ഈ ലക്കിയാന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് അവള് പറഞ്ഞു മെഹനു പാവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ലക്കിയാണ്. ഓക്കെ, പിന്നീടാണ് നിങ്ങൾ കാണേണ്ടത്. മെഹനു നമുക്ക് ഇഷ്ടമുള്ളതിന് ഫുൾ സപ്പോർട്ട്, പാവാണ്. അയ്യോ ഫുൾ സപ്പോർട്ടാണ്. എന്ത് ചെയ്യാലും ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു ഭാര്യ വേറെ ആളുടെ കൂടെ പോയത്. അത്രയും ഫ്രീഡം കൊടുത്തോണ്ടാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഓക്കെ, അതാണ് മെഹനാസിനടുത്തൊന്നും ഇത്രയും ക്രൂരതകൾ അനുഭവിച്ചെന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ അതേ സമയത്ത് തന്നെ ഫസ്മിനയോട് മെഹനാസിനെ കുറിച്ച് പറഞ്ഞ എന്താണ് മെഹനാസ് പാവാണ്, മെഹനാസ് മുത്താണ്, മെഹനാസ് കരളാണെന്നൊക്കെയാണ് അല്ലെ. അവിടെയാണ് എനിക്കൊരു കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ മെഹനാസ് ഉപദ്രവിച്ച എന്ന് പബ്ലിക്കിന് മുന്നിൽ വിളിച്ചു പറയുന്ന അതേ ആള് തന്നെ ഈ ഉപദ്രവിച്ച എന്ന് പറയപ്പെടുന്ന സമയത്ത് മറ്റൊരാളോട് പറഞ്ഞത് മെഹനാസ് നല്ലൊരാളാണ് എന്നുള്ളതാണ്. മേ ബി തന്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തറിയണ്ടെന്ന് കരുതിയാകാം അവൾ അങ്ങനെ പറഞ്ഞത്. അതല്ലെങ്കിൽ താൻ തന്റെ ഭർത്താവിൽ തൃപ്തിയാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ആകാം അന്ന് സഫ അങ്ങനെ പറഞ്ഞത്. എന്നിരുന്നാലും അന്ന് മെഹനാസിനെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞ ആൾക്ക് ഇപ്പൊ തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അല്ലെ. അത് മെഹനാസ് തന്നെ വരുത്തി വെച്ചതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും അന്ന് സഫ മെഹനാസിനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്ന കാരണം കൊണ്ട് ഒരിക്കലും മെഹനാസ് സഫയോട് ചെയ്ത ക്രൂരതകൾക്ക് അത് ന്യായീകരണമായി മാറില്ല കേട്ടോ. അത് വേറെ കാര്യം. പണ്ട് മെഹനാസിനെ കുറിച്ച് സഫ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നവളാണ് എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മളൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് സംസാരിക്കണല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി കേട്ടോക്കാം. നിങ്ങൾ കല്യാണം കഴിഞ്ഞ മുതൽ തന്നെ ആലുവ തന്നെയാണ് താമസം? അല്ല, നമ്മള് ഫസ്റ്റ് വാടക ഉണ്ടായി പടനക്കാട് തന്നെയാണ്. അല്ലല്ല, കാസർഗോഡ്. അവിടെ നിങ്ങൾ 3 പേരും മാത്രം താമസം? 2 പേര്. അപ്പൊ മെഹനുവിന്റെ ഫാമിലി കൂടെ ഇല്ല? ഇല്ല. അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി മാൻ ഇട്ടത്. അത് കാദർ കരിപ്പൊടി എല്ലാരും വീഡിയോ ചെയ്തതാ. ആ സമയത്ത് ഞങ്ങൾ പിന്നെ ഒന്നിച്ചതിന് ശേഷം ഞാനും കൂടി വന്ന് വീഡിയോക്ക് മുന്നിൽ വന്നിട്ടാ നുണ പറഞ്ഞത്. ശരി, നുണ പറഞ്ഞതാണല്ലേ. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് ഈ പറയുന്ന മാനാസും സഫയും 1 വർഷം മുമ്പേ വേർപിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് 1 മില്യൺ മുകളിൽ വ്യൂസും പോയതാണ്. പക്ഷെ അതിനുശേഷം പിന്നെ സംഭവിച്ചെന്താണ്, ഈ വേർപിരിഞ്ഞ 2 ആൾക്കാരും കൂടി ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു വീഡിയോ എത്തി വരികയാണ്. അതും എനിക്കെതിരെയുള്ള ഒരു വീഡിയോ. ഞാൻ പറഞ്ഞത് പച്ച കള്ളമാണ്, ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിട്ടൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവര് അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അടക്കമുള്ളവരെ ക്രൂശിച്ചുകൊണ്ടായിരുന്നു അന്ന് അവർ വീഡിയോ ചെയ്തത്. എന്തായാലും ഇപ്പൊ മനസ്സിലായല്ലോ അന്ന് അവർ പറഞ്ഞത് കള്ളമാണ് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നും കാണാണ്ട് ഞാൻ വീഡിയോ ചെയ്യത്തില്ല. ഇപ്പോഴെങ്കിലും അന്ന് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമായല്ലോ, അത് മതി. എന്തായാലും ബാക്കിയോട് പറഞ്ഞോട്ടെ. വന്ന് വീഡിയോക്ക് മുന്നിൽ വന്നിട്ടാ നുണ പറഞ്ഞത്, നമ്മ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന്. അവൻ പറഞ്ഞിട്ട് വന്നതാണോ? കാരണം വീട്ടിൽ വന്നിട്ട് മേനു സംസാരിച്ചിറങ്ങി പോയിട്ട് പറയാ ഞാൻ മരിക്കും, ഞാൻ ഇന്നത് കഴിക്കും, ഞാൻ ട്രെയിനിൽ മുന്നിൽ നിൽക്കും, എന്നിട്ട് നിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ പറയും
ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ട് എന്റെ വീട്ടിൽ നിന്ന് പോയത്. അത് ശരി, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചില്ലറ സൈക്കോ അല്ലേ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പെണ്ണിനെ ക്രൂരമായി ഉപദ്രവിക്കുക, എന്നിട്ട് അത് കാരണം അവൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൾ അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ്. എന്തും പറഞ്ഞുകൊണ്ട് നീ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അതും പറഞ്ഞ് അവൾ തിരിച്ചു വിളിച്ചിട്ട് വീണ്ടും അവളെ ഉപദ്രവിക്കുക. ഇതിങ്ങനെ സൈക്കിൾ പോലെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. ഇവരെന്താ കൈ കിട്ടിയ ഒരു പാവയെ പോലെയാണെന്ന് തോന്നുന്നു ഭാര്യമാരോട് പെരുമാറുന്നത്. തോന്നുമ്പോൾ ഇടിക്കുക, തോന്നുമ്പോൾ തെറി പറയുക, അതിനുള്ള ഉപകരണം മാത്രമാണ് ഇവന് ഭാര്യ എന്ന് തോന്നുന്നു. വല്ലാത്തൊരു സൈക്കോ തന്നെ കേട്ടോ. എന്തായാലും ഇപ്പോഴെങ്കിലും ഇവന്റെ കയ്യിൽ നിന്ന് സഫ രക്ഷപ്പെട്ടത് നന്നായി. ഇല്ലെങ്കിൽ പോലെ വീണ്ടും ഒരു മയത്തും കൂടി നമുക്ക് കാണേണ്ടി വന്നേനെ. കാരണം അമ്മാതിരല്ല ഇവന്റെ ക്രൂരതകൾ. എന്തായാലും ബാക്കിയുടെ കേട്ടോ നോക്കാം. നിങ്ങൾ എങ്ങനെ ആദ്യം കണ്ടത് എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? എങ്ങനെയാണിത്? ഇപ്പൊ എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ ഈ ഏപ്രിൽ 2 വർഷം ആവണം മാരേജ് കഴിഞ്ഞിട്ട്. മെഹനുവിന്റെ മുമ്പത്തെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ, അതൊക്കെ അറിഞ്ഞിട്ടല്ലേ കല്യാണം കഴിഞ്ഞത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുമ്പ്? മെഹനു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റിഫ ആയിട്ടുള്ള എന്തെങ്കിലും? അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അവൾക്ക് വേറെ റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് നമ്മൾ ഒരാളുടെ വാക്കല്ലേ കേൾക്കണുള്ളൂ, മരിച്ചാളുടെ വാക്ക് നമുക്ക് സത്യം പറഞ്ഞ തോന്നുന്നെങ്കിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. മരിച്ച ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞതിൽ ഇപ്പൊ എല്ലാരും എന്നെ ചൂഷണം ചെയ്യുന്നത് അതന്നെ. നീ ഇപ്പൊ അനുഭവിച്ചത്, നീ അത്രയും മരിച്ച പെൺകുട്ടീനെ പറഞ്ഞില്ലേ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോ ശരിയാണ്, അതിൽ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, അതാണ് ഈ പറഞ്ഞ എനിക്ക് മനസ്സിലായോ. അതായത് 3 വർഷം മുന്നേ റിഫയുടെ മരണം നടന്നു. അതിനുശേഷമാണ് മെഹനാസ് ഈ പറയുന്ന സഫയെ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടതിന് ശേഷം റിഫയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കള്ളങ്ങൾ ഈ പറയുന്ന മെഹനാസ് സഫയോട് പറയുകയാണ്. അവൾക്ക് അവിഹിതം ഉണ്ടായിരുന്നു, മൂന്നാറിൽ വെച്ച് അവളുടെ അവിഹിതം ഞാൻ പൊക്കിയിട്ടുണ്ട് എന്നൊക്കെ മെഹനാസ് ഈ പറയുന്ന സഫയോട് പറഞ്ഞു കൊടുക്കുകയാണ്. സഫ ആണെങ്കിലും അത് അപ്പാടെ വിശ്വസിക്കുകയും ചെയ്തു. നിരന്തരമായി റിഫയെ കുറിച്ച് ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് സഫന്റെ മനസ്സിൽ റിഫയെ കുറിച്ചൊരു മോശം ഇമേജ് ഈ പറയുന്ന മെഹനാസ് ഉണ്ടാക്കിയെടുത്ത്. മാത്രമല്ല അത് വെച്ച് സഫന്റെ അടുത്തുനിന്ന് ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാനും ഈ പറയുന്ന മെഹനാസിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് പതിയെ സഫക്ക് മെഹനാസിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങുന്നത്. പാവം റിഫ കാരണം അവൻ ഒരുപാട് അനുഭവിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ഇഷ്ടം വളരുകയും അത് അവസാനം കല്യാണത്തിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞു. ഈ പറയുന്ന മെഹനാസും സഫയും തമ്മിൽ ഒരു ഫാമിലി വ്ലോഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? സഫ ഇടയ്ക്കിടെ വ്ലോഗിലൊക്കെ വന്ന് റിഫേനെ കുറ്റം പറയുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അന്നേ നമ്മൾ അടക്കമുള്ള ആളുകൾ ഇവരെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മരിച്ച പെണ്ണിനെ കുറിച്ച് തോന്നിവാസം വിളിച്ച് പറയില്ല എന്നുള്ള രീതി. പക്ഷെ അതൊന്നും കേൾക്കാതെ പിന്നീട് സഫ അത് തുടർന്ന് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ സഫക്ക് മനസ്സിലാവുന്നുണ്ട് അന്ന് റിഫയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായി പോയി എന്നുള്ളത്. എന്തായാലും ഇപ്പോഴെങ്കിലും തെറ്റ് മനസ്സിലായല്ലോ, വളരെ നല്ല കാര്യം. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. കാരണം മേനോട് സൈഡ് മാത്രം കേട്ടിട്ട് അവളെ കുറ്റം പറഞ്ഞ ഒരാളാണ് ഞാൻ. അത്രയും ഉപദ്രവകാരിയാണോ ഈ മെഹനു എന്ന് പറഞ്ഞ ആള്? സൈക്കോ ആണ് സത്യം പറഞ്ഞെങ്കിൽ. മെഹനു ഇപ്പൊ ചിരിച്ച ആള് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോ കരയും, ഇപ്പൊ കരഞ്ഞ ആള് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോ ദേഷ്യപ്പെടും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ആർക്കും മനസ്സിലാവാത്ത ക്യാരക്ടർ. 2 വർഷം ജീവിച്ചിട്ടുള്ള എനിക്ക് സത്യം പറഞ്ഞ ക്യാരക്ടർ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തും പറഞ്ഞിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ പിരിഞ്ഞത്? ഇപ്പോഴും പിരിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ ഒരു മെസ്സേജ് ഉണ്ട് ലാസ്റ്റ്, കരഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട്, എനിക്ക് നിന്നെ കുട്ടി ഇല്ലാണ്ട് പറ്റുന്നില്ല. ശരി, അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചില്ലേ? എന്നാ മെസ്സേജ് കണ്ട് വീണ്ടും അവന്റെ അടുത്തേക്ക് തന്നെ ചെല്ലി. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല ഗായ്സ്, ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചു എന്ന് പറഞ്ഞ് അടുത്തൊരു വീഡിയോ കൂടി ചെയ്യും. അല്ലെ നിന്റെ സ്വഭാവം വെച്ച് നീ വീണ്ടും അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നീ വീണ്ടും അനുഭവിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ അല്ലേ? എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? എന്തായാലും ഇങ്ങനെയൊക്കെയാണ് മെഹനാസിനെ കുറിച്ച് സഫ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ് ലല്ലുവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സഫ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ലല്ലു ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഈ മെഹനാസുമായി പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഫസ്മിന സാക്കിർ എന്ന് പറയുന്ന ആളുടെ ആദ്യ ഭർത്താവുമായിട്ട് സഫ ഒളിച്ചോട് പോയി എന്നുള്ള രീതിയിൽ ഒരു റൂമർ പ്രചരിക്കുന്നുണ്ടല്ലോ. ആ ആദ്യ ഭർത്താവിന്റെ പേരാണ് ലല്ലു എന്നുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് സഫ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി നോക്കാം. ഇപ്പൊ ഇതിന്റെ ചിത്രത്തിൽ ലല്ലു എന്ന് പറഞ്ഞ ആൾ എങ്ങനെ എത്തി? ലല്ലു എന്ന് പറഞ്ഞ വ്യക്തി വരാനുള്ള കാരണം, എന്റെ ടാക്സി ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഒരാൾക്ക് കൊടുത്തു, ഫസ്റ്റ് ഒരാൾക്ക് കൊടുത്തു. അയാൾ കറക്റ്റിന് പേയ്മെന്റ് എനിക്ക് കിട്ടുന്നില്ല. ഒരു 7 ദിവസം കഴിയുമ്പോൾ പറയും പേയ്മെന്റ് ഇട്ടറിന് ആരും പറയുമ്പോൾ ഡിസ്പ്ലേ പൊട്ടിപ്പോയി. അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാരണം പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ കുറെ EMI കാര്യങ്ങളൊക്കെ തെറ്റി പുള്ളി കാരണം. അപ്പൊ എന്റെ GPS ഉണ്ട്, വണ്ടി എവിടെ നിൽക്കണേ എന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അതിനുശേഷം അപ്പൊ എനിക്ക് ഫണ്ടിന് പെട്ടെന്നല്ല ആവശ്യം വന്നു. ആ സമയത്ത് ഞാൻ രണ്ടാമത് ഒന്നുകൂടി ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് കിട്ടിയതാണ് ഇവന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ പറയില്ല, ഒരു വീഡിയോയിൽ ഞാൻ പറയില്ല, മുഖം ഇങ്ങനെ പൊത്തണ ഒരു വീഡിയോയിൽ ഒരാളുണ്ടെന്ന്. അയാളാണ് വണ്ടി, നാജി എന്നാണ് പേര്. അവനാണ് ഇപ്പൊ എന്റെ വണ്ടി ഓടിക്കുന്നത്. ഓന്റെ ഫ്രണ്ടാണ് ഈ ലല്ലു. അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പൊ ഇവൻ വരുമ്പോ ഇവന്റെ ബാഗിൽ ഈ നാജിന്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗിൽ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുവന്ന്. അപ്പൊ അവനിക്ക് പുതിയ ഫ്ലാറ്റ് നോക്കണ വരെ അവനിക്ക് വേറെ എവിടെ വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എന്റെ റൂമിൽ ആ സാധനം വെച്ചത്. എന്റെ ഫ്ലാറ്റിൽ അവന്റെ ബാഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ലല്ലുവിന്റെ ടീഷർട്ട്, ലല്ലുവിന്റെ പ്രൂഫ്, ലൈസൻസ് കാര്യങ്ങള്, ഇത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവന്റെ ബാഗിലുണ്ടായിരുന്നു. അത് അങ്ങനെ അവന്റെ ബാഗിൽ എത്തിയെന്ന് അത് എനിക്കറിയില്ല. അത് അവരോട് രണ്ടാളടുത്ത് ചോദിച്ചാൽ അറിയുള്ളൂ. കാരണം ഫ്രണ്ട്സ് അല്ലേ, ഇപ്പൊ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവനും. അപ്പൊ ആ ഒരു സാധനമാണ് മേനോന് കിട്ടിയത്.
എന്റെ ഡോറ് ലോക്ക് തല്ലി പൊട്ടിച്ച സമയത്ത് മെഹനു കിട്ടി. അങ്ങനെ തെറ്റിദ്ധാരണയിൽ പറഞ്ഞതാണോ? ലല്ലുവിന്റെ കൂടെ പോയി എന്ന് പറഞ്ഞതാണോ? ആ ഒരു ഡ്രസ്സ് അവൻ റീലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടല്ലോ. ശരി, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളില്ലേ? പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്. അതായത് മെഹനാസുമായി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം തന്റെ കാർ ഓടിക്കാൻ വേണ്ടി ഈ പറഞ്ഞ സഫർ ഡ്രൈവറെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഡ്രൈവറുടെ ചില സാധന സാമഗ്രികൾ ഈ പറയുന്ന റിഫയുടെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ചതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ലല്ലുവിന്റെ പേഴ്സും കുറച്ച് ടീഷർട്ടും ഒക്കെ കുടുങ്ങിപ്പോയി. അങ്ങനെ കുടുങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഡ്രൈവറുടെ ഫ്രണ്ട് ആയിരുന്നു ഈ ലല്ലു എന്ന് പറയുന്നവൻ. ആ ഒരു ബന്ധം മാത്രമേ തനിക്ക് ലല്ലുവുമായിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ സഫ പറഞ്ഞു വെക്കുന്നത് അല്ലേ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. വീണ്ടും അത് എടുത്തിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തോ സഫ എനിക്ക് ഈ പറഞ്ഞൊന്നും പൂർണ്ണമായിട്ട് വിശ്വാസമാവുന്നില്ലേ കേട്ടോ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ എന്നറിയില്ല, സഫയോട് ഈ ലല്ലുവിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഒരു ചിരിയോട് കൂടിയാണ്, ഒരു കള്ളച്ചിരിയോട് കൂടിയാണ് സഫ മറുപടി പറയുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചോ എന്നറിയില്ല. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഇപ്പൊ ഇതിന്റെ ചിത്രത്തിൽ ലല്ലു എന്ന് പറഞ്ഞ ആൾ എങ്ങനെ എത്തി? ലല്ലു എന്ന് പറഞ്ഞ വ്യക്തി വരാനുള്ള കാരണം ലല്ലുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ചിരിയൊക്കെ നിങ്ങള് 14 രാവിലെ ചന്ദ്രൻ ഉദിച്ച പോലെ ഉണ്ടല്ലോ ആ ചിരി. എന്താ അവളെ കള്ളച്ചിരി. എന്തായാലും റിപ്പീറ്റ് ഒക്കെ ഇവളീ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. മെഹനാസിന്റെ കാര്യം പറഞ്ഞതൊക്കെ, പക്ഷെ ലല്ലുവിനെ കുറിച്ച് പറഞ്ഞത് എന്തോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ. ഇപ്പൊ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് അതിന് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ചുതരാം. സഫ ആകെ 8 പേരെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. അതിലൊന്ന് ലല്ലുയുടെ പ്രൈവറ്റ് അക്കൗണ്ട് ആണ്, ക്ലോസ് ആവാതെ ഫോളോ ചെയ്യൂലല്ലോ. ഇങ്ങനെ ഒരു കമന്റ് ഇന്നലെ എന്റെ വീഡിയോക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കമന്റ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഫയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഈ കമന്റിൽ പറയുന്ന പോലെ തന്നെയാണ്. സഫ ഇൻസ്റ്റാഗ്രാമിൽ ആകെ 8 ആൾക്കാരെയാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ 8 ആളെ ലിസ്റ്റ് സൈഡ് കൊടുക്കാം. ഇതിൽ ഈ മുഹമ്മദ് സബീർ എന്ന് പറയുന്നവരാണ് ലല്ലു ഇബി. അവനെ സഫ അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബന്ധം മാത്രമാണെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഇവര് തമ്മിൽ സംതിങ് ഉണ്ടായിരിക്കണം. എന്തെന്നാലും ഇവൾ ഈ പറഞ്ഞത് എനിക്കൊന്നും വിശ്വാസം വരുന്നില്ല. ബാക്കിയൊക്കെ ഓക്കെ, എന്തോ ഇതെല്ലാം ബാക്കിയോട് കേട്ടോക്കാം. ഇപ്പൊ ഇറങ്ങി വന്നതിന് ശേഷം ലല്ലുവിനെ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടുണ്ടോന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ട്. ഈ കേസിന്റെ ആവശ്യത്തിന് കണ്ടിട്ടുണ്ട്. ഇപ്പൊ വണ്ടി ഡ്രൈവിംഗ് ചെയ്യുന്നത് അല്ല അതൊന്നും കണ്ടില്ലേ ഡ്രൈവറിനെ? ഇല്ല, എനിക്ക് ആളെ മനസ്സിലായിട്ടില്ല. ലല്ലു എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഡ്രൈവർ എനിക്കറിയില്ല പേര്. ഡ്രൈവർ ഒരു ഹൈറ്റ് ഇല്ലാത്തതാണ്. ഈ ലല്ലുവിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, ലല്ലുവിനെ എങ്ങനെ കൂടുതലായിട്ട് അറിയുന്നത്? ഇങ്ങനെ വീട്ടിൽ എനിക്ക് അറിയൊന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ വേറൊരു കാര്യം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡ്രൈവർമാരാണ്, അവരെയൊക്കെ വീട്ടിൽ കയറ്റാം, അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തല്ല. ജസ്റ്റ് ബാഗ് ഒക്കെ ഇറങ്ങാ. പിന്നെ എഗ്രിമെന്റിന്റെ കാര്യത്തിന് സംസാരിക്കാൻ വന്നിട്ടുണ്ട്. അന്നാണ് ലല്ലുവായിട്ട് വന്നത്. ഇവർ രണ്ടാളും വന്നിട്ട് എഗ്രിമെന്റിന്റെ കാര്യം നമുക്ക് സംസാരിക്കാനും വണ്ടി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മള് കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് പോയിട്ടുണ്ട്. അന്നത്തെ ദിവസം തോന്നുന്നു ലല്ലു ലൈവ് ഇട്ടിട്ട് കുട്ടീനെ കാണിച്ചു. അന്ന് എന്റെ ഫ്ലാറ്റിലുണ്ടായത്. അത് നമ്മള് എഗ്രിമെന്റിന്റെ കാര്യത്തിന് വേണ്ടി പോകാൻ നിൽക്കുന്ന ദിവസം. അത് രണ്ടാളും ഉണ്ട്. അവൻ മാത്രമല്ല, എന്റെ ഡ്രൈവറും ഉണ്ട്, ഞാനും ഉണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്ത് ഇവൾ ആ ചിരി അടുക്കി പിടിക്കാൻ പെടുന്ന പാടെ. എന്നിരുന്നാലും കൊള്ളാൻ കേട്ടോ കഥ. കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ കേട്ട് നമ്മൾ അപ്പാടെ വിശ്വസിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, ബാക്കിയോട് പറഞ്ഞോട്ടെ. ഇപ്പൊ മെഹനു ബാംഗ്ലൂർ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബില് കണ്ട്, അതൊക്കെ എന്താ? സത്യമുണ്ടോ? ബാംഗ്ലൂർ ഒരുപാട് പെൺപിള്ളേരായിട്ട് ബന്ധമുണ്ട്, പരിചയമുണ്ട്. രാത്രി പാതിരാക്കൊക്കെ മെസ്സേജ് അയക്കുന്നു. ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിലൊക്കെ സത്യമുണ്ടോ? കണ്ടിട്ടുണ്ടോ? ബന്ധമുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ബാംഗ്ലൂർ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഞാൻ പോയേക്കണം ഊബർ ഓടിക്കാൻ. ഊബറിൽ കയറുന്ന പെൺപിള്ളേർക്കൊക്കെ നമ്പർ കൊടുക്കും, മെസ്സേജ് അയക്കും, കാണാൻ വരട്ടെ എന്ന് ചോദിക്കും. പിന്നെ നമ്മളിപ്പോ താമസിക്കണതിന്റെ അടുത്ത് പോലും ഒരു കുട്ടീനെ കൊണ്ട് എനിക്ക് മെസ്സേജ് അയപ്പിച്ച്, നീ പരിചയപ്പെട്, നീ എന്നിട്ട് ഫ്ലാറ്റിലേക്ക് വാ, അങ്ങനെയൊക്കെ ഒരു കുട്ടീനെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത ആളൊക്കെ അറിയണേ, എനിക്ക് ബേബി ആയതിനു ശേഷം. പുള്ളി അപ്പൊ അത്രയും ഒരു സൈക്കോ മൂഡാണോ പുള്ളി? പുള്ളിയുടെ ഫോണിന്റെ പാസ്വേഡ് ഞാൻ ചോദിക്കാറില്ല. എന്റെ ഫോൺ ഓപ്പൺ ആയിരിക്കും എപ്പോഴും. പുള്ളിയുടെ ഫോണിന്റെ പാസ്വേഡ് ഞാൻ ചോദിക്കാറില്ല. എനിക്ക് അതും തർക്കിച്ച് തല്ലുപിടിക്കാൻ സമയമില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനും വിഷമമൊക്കെ ഓർന്നു. ഇപ്പൊ കുട്ടിയായതിനു ശേഷം എനിക്ക് അതിനൊന്നും സമയമേ ഇല്ല, അത് നോക്കാനേ സമയമില്ല. ഓക്കെ, അതാണ്. അപ്പൊ ഈ പറയുന്ന മെഹനാസ് ഒരു സൈക്കോ മാത്രമല്ല, ഒരു കോഴിയും കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ സഫ പറഞ്ഞു വെക്കുന്നത് അല്ലേ. എന്തെന്നായാലും ഒരുപാട് ഈ പെൺകുട്ടി മെഹനാസിൽ നിന്ന് അനുഭവിച്ചു കഴിഞ്ഞു. അതെന്ത് തന്നെയായാലും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇവള് ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഇവൾക്ക് എന്തെങ്കിലും അവാർഡ് കൊടുത്തേ പറ്റൂ. എന്റെ അഭിപ്രായത്തിൽ സമാധാനത്തിലുള്ള ഒരു നൊബേൽ സമ്മാനം തന്നെ ഇവൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇവൾ ലല്ലുവിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവൾ പറഞ്ഞത് മുഴുവനും സത്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇവള് ലല്ലുവുമായി ഒളിച്ചോടി എന്നുള്ള റൂമർ വലിയ രീതിയിൽ സ്പ്രെഡ് ആയപ്പോൾ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ വന്ന സമയത്ത് ഇവള് പ്രതികരിക്കാൻ തയ്യാറായി വന്നിട്ടില്ലായിരുന്നു. കാരണം ഈ ഒരു ബന്ധം മാത്രമേ ഇവൾക്ക് ലല്ലുവുമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കാമായിരുന്നു. ഞാൻ ലല്ലുവുമായിട്ട് ഒളിച്ചോടിയിട്ടില്ല, ലല്ലുവുമായിട്ട് ഇന്ന ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇവൾക്ക് അന്ന് പറയാമായിരുന്നു. പക്ഷെ അന്നൊന്നും ഇവള് പറഞ്ഞില്ല. അന്ന് ഇവൾ ആകെ പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ ഒളിച്ചോടിയിട്ടില്ല, എന്റെ ഫ്ലാറ്റിലാണുള്ളത് എന്ന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ലല്ലുവുമായി ബന്ധപ്പെട്ട് ഒരു അക്ഷരം പോലും ഇവള് മിണ്ടിയിട്ടില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് ഇവിടെ ലല്ലുവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു
കഥയുമായി ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും സമയം എടുത്ത് ഇങ്ങനെ ഒരു കഥയുമായി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് ആലോചിച്ചുണ്ടാക്കിയ കഥ തന്നെ ആവാനാണ് സാധ്യത. എന്തായാലും സത്യം പുറത്തു വരട്ടെ. ഇവൾ പറഞ്ഞ പോലെയൊക്കെയാണ് സത്യമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വിഷയത്തിൽ ഇവളെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരും കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും ഇത്രയൊക്കെ അയച്ചതിക്ക് ഞാൻ തേടുന്ന മുഖം മറ്റാരുടേതല്ല, ലല്ലുവിന്റെ മുഖമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോലും ചെയ്യാതെ ആശാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ സഫയെ ഇന്റർവ്യൂ എടുത്ത ആൾക്കാർ ലല്ലുവിനെയും കൂടി വിളിച്ചൊരു ഇന്റർവ്യൂ എടുക്കണം. കാരണം അത്രക്കും പൂതിയുണ്ട് അവന്റെ ഭാഗം കേൾക്കാൻ, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്നാലും എവിടെ ആയിരിക്കില്ല അവന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുത്തി വെച്ചിട്ട് ഒന്നറിയാത്ത പോലെ ഇങ്ങനെ നടക്കണ്ടല്ലോ ആശാന്. ഇവനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. എന്തായാലും കൊള്ളാം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.